ശ്രീമതി OS അംബിക, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ. സാർ, പാതയോരങ്ങളിൽ, തോട്ടുപുറമ്പോക്കിൽ, കനാൽ ബണ്ടുകളിൽ ഒക്കെ കുടിൽ കെട്ടി ജീവിക്കേണ്ടി വന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ. ആ സമൂഹത്തിൻ്റെ ദൈന്യതയും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും സ്വന്തമായി ഭൂമി എന്ന നയം നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരാണ് സാർ. ഇതിൻ്റെ ഭാഗമായി ഭൂരഹിത പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 55 നിന്നും 75 ഉയർത്തുകയും വരുമാന പരിധി 50,000 നിന്നും 1 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്ത ആളാണ് സാർ നമ്മുടെ സർക്കാർ. ദുർബല വിഭാഗങ്ങൾക്ക് ഭൂമി പാർപ്പിടം ഒരുക്കുന്നതിന് വേണ്ടി 7.5 ലക്ഷം രൂപ വരെ നടപ്പിലാക്കുന്നു സാർ സർക്കാർ. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം നൽകി വരുന്ന പഠനമുറി പദ്ധതിയിൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയെന്ന് മാത്രവുമല്ല, കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം നൽകി സാർ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളിൽ 15,000 പഠനമുറികളും പട്ടികവർഗക്കാർക്കായി 364 സാമൂഹ്യ പഠനമുറികളും പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ സർക്കാർ. സാങ്കേതികമായി മാത്രം പൂർത്തീകരിക്കപ്പെട്ടതും അടച്ചുറപ്പും സുരക്ഷിതവും ഇല്ലാത്ത ഭവനങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായി സേഫ് പദ്ധതി നടപ്പിലാക്കിയ സർക്കാരാണ് സാർ നമ്മുടേത്. അതിലൂടെ പദ്ധതി ആവിഷ്കരിച്ച് കേവലം 2 വർഷക്കാലയളവിൽ പട്ടികജാതി പട്ടിക വകുപ്പുകളിലായി 17,829 ഭവനങ്ങൾ പൂർത്തിയാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് സാർ. കേന്ദ്ര സർക്കാർ 2.5 ലക്ഷം രൂപ വരുമാന പരിധി ഈ ഗ്രാന്റ് സ്കോളർഷിപ്പിന് അനുവദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വരുമാനം പരിഗണിക്കാതെ 15.2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നുണ്ട് സാർ. സ്കോളർഷിപ്പ് പരിഷ്കരണം ഈ വർഷം നടപ്പാക്കാനിരിക്കുന്നു സാർ. കുട്ടികളുടെ വിദ്യാഭ്യാസം, പെൺകുട്ടികളുടെ വിവാഹം, കുടുംബാംഗങ്ങളുടെ ചികിത്സ എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ലഭ്യമായ ഭൂമി സർക്കാർ അനുവാദത്തോടെ പണയപ്പെടുത്തുവാനുള്ള ഉത്തരവും സർക്കാർ ഇറക്കിയിരിക്കുന്നു സാർ. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി 1 കോടി രൂപ വീതം ചിലവഴിച്ച് 754 ഉന്നതികൾ ഏറ്റെടുക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചു. എൻ്റെ മണ്ഡലത്തിൽ തന്നെ 7 ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ 4 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു. പട്ടികവർഗക്കാരായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ ABCD പദ്ധതി, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ബാങ്കിന്റെ പാസ്ബുക്ക് തുടങ്ങിയ ആധികാരിക രേഖകൾ എക്കാലത്തുമായി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുകയും മതിയായ ആധികാരിക രേഖകൾ ഇല്ലാത്തവർക്ക്, നഷ്ടപ്പെട്ടവർക്കും അനുവദിച്ച് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് സാർ ഈ പദ്ധതിയുടെ ഉദ്ദേശം. സാർ, പാലക്കാട് ജില്ലയും വയനാട് ജില്ലയുമാണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. MSW യോഗ്യതയുള്ള 60 പട്ടികജാതി വിഭാഗക്കാരെ പട്ടികജാതി വികസന വകുപ്പിലും 54 പേരെ പട്ടിക വികസന വകുപ്പിലും സോഷ്യൽ വർക്കർമാരായി നിയമിച്ചു സാർ. 380 പേരെ മാനേജ്മെന്റ് ട്രെയിനികളായും പട്ടികജാതി പട്ടിക വിഭാഗ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിയമിച്ചു സാർ. മാത്രവുമല്ല, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിയമ ബിരുദധാരികളായ യുവാക്കൾക്ക് പ്രായോഗിക പരിശീലനം നൽകിക്കൊണ്ട് കരിയർ മികവ് തെളിയിക്കുന്നതിനും മികച്ച അഭിഭാഷകരായി രൂപപ്പെടുത്തുന്നതിനും ജില്ലാ കോടതികൾ, സ്പെഷ്യൽ കോടതികൾ, ഹൈക്കോടതി, ജനറൽ ഓഫീസ്, ഗവൺമെന്റ് പ്രീഡർ ഓഫീസ് എന്നിവിടങ്ങളിൽ 69 ലീഗൽ അസിസ്റ്റന്റുമാരെയും നിയമിച്ചു സാർ. വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠനം സ്വപ്നം കാണുന്നവർക്ക് വിദേശ സർവകലാശാലകളിൽ സ്കോളർഷിപ്പോടെ പഠിക്കുവാൻ കഴിവും പ്രാപ്തിയുള്ളവർ പട്ടികഭാഗത്തിൽപ്പെട്ട ഇത്തരം വിദ്യാർത്ഥികൾക്കായി വിദേശ പഠന സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം പട്ടികജാതി വികസന വകുപ്പ് ഗവൺമെന്റ് ഓഫ് കേരള ഉന്നതി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് സ്റ്റഡീസ് എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു സാർ. 1000-ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ വിദേശ സർവകലാശാലകളിൽ പഠിക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 അധിക തൊഴിൽ ദിനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന ട്രൈബൽ പ്ലസ് പദ്ധതി ആവിഷ്കരിച്ച് ബജറ്റിൽ തുക അനുവദിച്ചിരിക്കുന്നു സാർ. രാജ്യത്തിന് മാതൃകയായി മാറുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പട്ടികജാതി വകുപ്പിന്റെ 10 MRSലും പട്ടിക വകുപ്പിന്റെ 22 MRSലും SSLC പരീക്ഷ എഴുതിയ 872 വിദ്യാർത്ഥികളിൽ എല്ലാവർക്കും വിജയം നേടുവാൻ സാധിച്ചു സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികവർഗ വിഭാഗത്തിന് നടപ്പിലാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നമുക്കറിയാൻ സാധിക്കും. രാജ്യത്തിനാദ്യമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും സ്വന്തമായി ഉറപ്പാക്കിയ ആദ്യ ജില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. നമ്മൾ അഭിമാനിക്കുകയാണ്. മാറുന്ന കാലത്തിന്റെ സാധ്യതകളെ അനുഭവിച്ചറിയുവാനും ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്ന തരത്തിൽ
ഉൾനാടൻ ഗ്രാമങ്ങളിലെ ജനതകൾക്കായി 5G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നു സാർ. കാടിന്റെ മക്കൾക്ക് ഓരോ ചലനങ്ങളെയും സ്പന്ദനങ്ങളെയും തിരിച്ചറിയുന്നവർ അവരുടെ കാടിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും അവർക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനും അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിപ്പിക്കുന്നതിനുമായി കാടിന്റെ കാവൽക്കാരായി മാറി സാർ. അതുപോലെ തന്നെ 372 പുരുഷന്മാരും 88 വനിതകളും അടങ്ങുന്ന 460 പേർ ബീറ്റ് പോലീസ് ഓഫീസറായി പരിശീലനം പൂർത്തിയാക്കി സാർ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, അനധികൃത കുടിയേറ്റം തടയൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇവർക്ക് ഏറെ കൈകാര്യം ചെയ്യാനാവുമെന്നതിൽ തർക്കമില്ല സാർ. ഒരിക്കലും സാധ്യമാകില്ലെന്ന് കരുതിയ 34 ആദിവാസി ഊരുകളിലേക്ക് വൈദ്യുതി എത്തിക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചു. കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യം, കേരള നടനം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങൾക്ക് സമ്മാനം നേടിയ സച്ചു എന്ന സതീഷ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കലാകാരൻ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രയാസങ്ങൾ നട്ടംതിരിയുന്ന കുടുംബത്തിൽ നിന്നുള്ള ഈ കൊച്ചു കലാകാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ ആഭരണങ്ങൾ പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉൾപ്പെടുത്തി നൽകുമ്പോൾ ഒരു ജനതയുടെ പ്രതീക്ഷ നിറം പകരുന്നതായിരുന്നു ഈ സർക്കാർ. പുരാതന കാലം മുതൽ കൃഷിയും കന്നുകാലി വളർത്തലും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിച്ചു വരികയാണ്. ഗ്രാമീണ കർഷകന്റെ ഉപജീവനം ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആറ്റിങ്ങൾ നിരവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കറിയാം, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പാലിനെ കൂടി ആശ്രയിച്ചാണ് മലയാളികളുടെ ഉപയോഗത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നത്. നിരവധിയായ പ്രശ്നങ്ങളായി അഭിമുഖീകരിക്കാൻ നമുക്കുണ്ടായിരുന്നത് സാർ. പാലുൽപാദനത്തിന്റെ ചിലവിൽ 50% കാലിത്തീറ്റയ്ക്ക് വേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. ഇത് പരിഹരിക്കാനായി മൃഗസംരക്ഷണ വകുപ്പ് സന്തുലിത തീറ്റക്രമം എന്ന കർഷകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു സാർ. ഇത് പ്രാവർത്തികമാക്കുന്നതിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പാലുൽപാദനം നടത്തുവാൻ സാധ്യമാകുന്നു. വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിവരങ്ങൾ സ്വീകരിക്കുന്നതിനായി കന്നുകാലി സെൻസസിന് തുടക്കം കുറിച്ചു സാർ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ആകെയുള്ള കന്നുകാലികളുടെയും പക്ഷികളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഈ പ്രായം എന്നിങ്ങനെയുള്ള വിശദങ്ങൾ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരുടെയും വനിതാ സംരംഭകരുടെയും എണ്ണം മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കാർഷിക സംരംഭങ്ങളുടെയും ഗാർഹികേതര സംരംഭങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വിശദ വിവരങ്ങൾ ഇവരിലൂടെ ശേഖരിക്കുകയാണ് സാർ. ഇതോടൊപ്പം തന്നെ അറവുശാലകൾ, മാംസ സംസ്കരണ പ്ലാന്റുകൾ, ഗോശാലകൾ എന്നിവയുടെ വിവരണങ്ങളും ശേഖരിക്കും സാർ. മൃഗസംരക്ഷണ വകുപ്പ് കർഷകർക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ ധനസഹായം അനുവദിക്കുന്നതിന് സ്വീകരിച്ചിരുന്ന മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു സാർ. പുതിയതായി ഉത്തരവിറക്കിയ പാമ്പുകടി, വിഷബാധ എന്നിങ്ങനെയുള്ള സാഹചര്യം മൂലം കന്നുകാലികൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള മുൻകാല ഉത്തരവുകൾ പ്രകാരം നിലവിലില്ലായിരുന്ന പല രോഗങ്ങൾ ഉൾപ്പെടുത്തി കർഷകർക്ക് ആശ്വാസം നൽകുവാൻ ഈ സർക്കാരിന് സാധിച്ചു സാർ. പുതുക്കിയ ഉത്തരവ് പ്രകാരം ഇൻഷുറൻസ് തുകയോ ജില്ലാ കളക്ടറുടെ സഹായവും ഇല്ലാതെ ദുരിതബാധിതരായ എല്ലാ കർഷകരും ധനസഹായത്തിന് അർഹതയുണ്ട് സാർ. ഇത് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. ആടുകളെ ബാധിക്കുന്ന വൈറസ് രോഗബാധയായ ആടുവസന്ത രോഗ നിയന്ത്രിക്കുന്നതിനായി ആടുവസന്ത നിർമ്മാർജ്ജനം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് സാർ. ഇങ്ങനെ അടിസ്ഥാന വിഭാഗത്തിനും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കരുതലും മാതൃകാപരമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കേരളത്തിന്റെ പൊതുചരിത്രത്തിൽ നവകേരള സൃഷ്ടിക്ക് നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ച് കുറ്റമറ്റ രീതി നടപ്പിലാക്കുന്ന ഈ സർക്കാരിന്റെ ഉപാധനയെ ഞാൻ പിന്താങ്ങുന്നു സാർ.